വിനേഷ് ഫോഗട്ടിന് അയോഗ്യത ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ER രാഗേഷ് നമുക്കൊപ്പം ചേരുന്നു. രാഗേഷ്, നമ്മുടെ വലിയ പ്രതീക്ഷയായിരുന്നു ഇന്ന് നടക്കാൻ പോകുന്ന മത്സരം, വിനേഷിന്റെ സ്വർണ്ണ നേട്ടം. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അയോഗ്യതയ്ക്കുള്ള കാരണമായി പറയുന്നത് എന്താണ്? ആര്യ, രാജ്യത്തിനാകെ നിരാശ നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിനേഷ് ഫോഗട്ടിന് അയോഗ്യത വന്നിരിക്കുന്നു. അതായത് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയിരിക്കുകയാണ്. ഇന്ന് ഫൈനൽ മത്സരത്തിന് ഇറങ്ങാനിരിക്കുകയായിരുന്നു വിനേഷ് ഫോഗട്ട്. ഇന്ന് ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:30 ഈ മത്സരം നടക്കേണ്ടിയിരുന്നത്. അതിനു മുൻപായുള്ള ഭാരപരിശോധനയിൽ വിനേഷ് ഫോഗട്ട് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കാരണം വിനേഷ് ഫോഗട്ട് മത്സരിക്കുന്ന കാറ്റഗറി 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയാണ്. പക്ഷേ ഭാരപരിശോധനയിൽ 100 ഗ്രാം കൂടുതൽ വന്നിരിക്കുന്നു ഭാരം. അതുകൊണ്ട് തന്നെ ഭാരപരിശോധനയിൽ വിനേഷ് ഫോഗട്ട് പരാജയപ്പെട്ടിരിക്കുന്നു. ഈ വിലക്ക് അയോഗ്യത ഏർപ്പെടുത്തിയുള്ള കാര്യം ഇപ്പോൾ IOC സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു ടൂർണമെന്റിലുടനീളം ആ കിലോഗ്രാം കാറ്റഗറി പാലിക്കാൻ താരങ്ങൾ ബാധ്യസ്ഥരാണ്. അതായത് ആദ്യ മത്സരങ്ങളിലൊക്കെ തന്നെ എല്ലാ മത്സരങ്ങൾ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഭാരപരിശോധന നടത്തും. പക്ഷേ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ 50 കിലോഗ്രാമിൽ ആ ഭാരം പാലിക്കാൻ വിനേഷ് ഫോഗട്ടിന് കഴിഞ്ഞിരുന്നു. പക്ഷേ ഫൈനലിന് തൊട്ട് മുമ്പായുള്ള ഈ ഭാരപരിശോധനയിൽ ഏതാണ്ട് 100 ഗ്രാം കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ വിനേഷ് ഫോഗട്ടിന് തിരിച്ചടിയായിരിക്കുന്നത്. ഇന്ത്യൻ അധികൃതർ ഇത്തരത്തിൽ ഭാരം പരിശോധനയ്ക്ക് വീണ്ടും ഭാരപരിശോധന നടത്തണം, ഒരു അവസരം കൂടി വിനേഷ് ഫോഗട്ടിന് നൽകണം എന്നൊരു അഭ്യർത്ഥന IOCക്ക് മുമ്പാകെ വെച്ചെങ്കിലും അത് നിരാകരിക്കപ്പെടുകയായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ഏതായാലും വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത്. 100 ഗ്രാം, അതായത് 100 ഗ്രാമിന്റെ വർധന 50 കിലോഗ്രാമിനേക്കാൾ 100 ഗ്രാം കൂടി. അതാണ് ഇപ്പോൾ വിനേഷ് ഫോഗട്ടിന് ഏതായാലും തിരിച്ചടിയായിരിക്കുന്നത്. IOC തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ പ്രതീക്ഷയായിരുന്നു രാജ്യം ഒന്നാകെ. പ്രത്യേകിച്ച് ഗുസ്തിയിൽ ഒരു വനിതാ താരം ആദ്യമായി ഫൈനലിലെത്തി എന്ന പ്രത്യേകതയൊക്കെ തന്നെ വിനേഷ് ഫോഗട്ടിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴേതായാലും വിനേഷ് ഫോഗട്ടിന് വലിയ തിരിച്ചടി, രാജ്യത്തിന് ഒന്നാകെ തിരിച്ചടിയാകുന്ന തീരുമാനം തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് IOC. ഒപ്പം തന്നെ ഇന്ത്യൻ അധികൃതരുടെ ഭാഗത്തുനിന്നും അത്തരമൊരു സ്ഥിരീകരണം ഈ ഘട്ടത്തിൽ വന്നിരിക്കുകയാണ്. ആര്യ, രാകേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ എല്ലാം വലിയ പ്രതീക്ഷയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗുസ്തിയിൽ ഒരു ഇന്ത്യൻ വനിത ആദ്യമായി ഫൈനലിൽ പ്രവേശിച്ചു എന്നുള്ളത് തന്നെ നമ്മൾ വലിയ ആഘോഷമാക്കിയ വാർത്തയാണ്. പക്ഷേ അത് ആ ഒരു സ്വർണ്ണ നേട്ടത്തിലേക്ക് എത്താൻ ആയില്ല. ആ മത്സരത്തിൽ നിന്നുള്ള യോഗ്യത നേടിയില്ല. ഭാരപരിശോധനയിൽ പുറത്താകുന്നു എന്ന് പറയുമ്പോൾ വലിയ നിരാശ രേഖപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. രാകേഷ്, ഇതിൽ ഇനി ഒരു നീക്കുപോക്കും ഉണ്ടാകില്ല എന്നാണോ?